Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ബോർഡ് എക്സാം ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പ്രതിരോധ സർക്യൂട്ടിലൂടെ കറന്റ് ഒഴുകുമ്പോൾ ഇലക്ട്രിക് എനർജി പൂർണ്ണമായും താപോർജ്ജമായി മാറുന്നു. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം താഴെ പറയുന്നവയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. കറന്റിന്റെ സ്ക്വയറിനും ചാലകത്തിന്റെ പ്രതിരോധത്തിനും കറന്റ് ഒഴുകുന്ന സമയത്തിനും, അതായത് H=I²RT. ഇലക്ട്രിക് ഹീറ്റർ ഒക്കെ ഈ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. എ പാർട്ട് ചോദ്യം നോക്കാം. ഹീറ്റിംഗ് എലമെന്റ്സിന്റെ രണ്ട് പ്രത്യേകതകൾ എഴുതുക. ആൻസറിലേക്ക് കടക്കാം. എന്താണ് ഹീറ്റിംഗ് എലമെന്റ്സിന്റെ പ്രത്യേകതകൾ? ഒന്നാമത്തെ പോയിന്റ്, ഉയർന്ന പ്രതിരോധം. ഇലക്ട്രിക് എനർജിയെ ഹീറ്റ് ആക്കി മാറ്റാൻ ഹൈ റെസിസ്റ്റിവിറ്റി ഉള്ള അലോയ്സ് ആണ് ഇതിനായി യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഉയർന്ന ദ്രവണാങ്കം. എന്ത് മാത്രം ചൂടായാലും അത് ഉരുകിപ്പോകാനോ കത്തിപ്പോകാനോ പാടില്ല. ഇനി ബി പാർട്ട് നോക്കാം. ഇലക്ട്രിക് ഫ്യൂസിന്റെ രണ്ട് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇലക്ട്രിക് ഫ്യൂസിന്റെ പ്രത്യേകതകൾ നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, അപ്രോപ്രിയേറ്റ് മെൽറ്റിംഗ് പോയിന്റ്. എക്സ്ട്രാ കറന്റ് വരുമ്പോൾ പെട്ടെന്ന് ഉരുകിപ്പോകാൻ അനുയോജ്യമായ ദ്രവണാങ്കം വേണം. രണ്ടാമതായി, സ്പെസിഫിക് സേഫ്റ്റി റേറ്റിംഗ്. കണക്ട് ചെയ്യുന്ന അപ്ലയൻസിന് അനുസരിച്ച് 1 ആംപിയർ, 5 ആംപിയർ എന്നിങ്ങനെ ഫ്യൂസ് റേറ്റിംഗ് ഉണ്ടായിരിക്കും. സി പാർട്ട്, ഫ്യൂസ് പ്രവർത്തിക്കുന്ന തത്വം എന്താണ്? ഉയർന്ന കറന്റ് വരുമ്പോൾ ഫ്യൂസ് എങ്ങനെയാണ് ഉപകരണങ്ങളെ സംരക്ഷിക്കുന്നത്? ഇതിന്റെ തത്വം കറന്റിന്റെ താപഫലമാണ്. ഉപകരണങ്ങളെ ഇത് എങ്ങനെ സംരക്ഷിക്കുന്നു എന്ന് നോക്കാം. ഫ്യൂസ് എപ്പോഴും ലൈവ് വയറിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ലിമിറ്റിൽ കൂടുതൽ കറന്റ് ഒഴുകിയാൽ ജൂൾ ഹീറ്റിംഗ് കാരണം ഫ്യൂസ് വയർ പെട്ടെന്ന് ചൂടാകും. അതിന്റെ മെൽറ്റിംഗ് പോയിന്റിൽ എത്തുമ്പോൾ അത് ഉരുകി സർക്യൂട്ട് ബ്രേക്ക് ആവുന്നു. അങ്ങനെ അമിത കറന്റ് ഉപകരണങ്ങളിൽ എത്താതെ അതൊരു സുരക്ഷാ സംവിധാനമായി പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ ഒരു ഓർ ചോദ്യവുമുണ്ട്. 1100 വാട്ട് പവർ ഉള്ള ഒരു ഹീറ്റർ 220 വോൾട്ടിൽ പ്രവർത്തിക്കുന്നു. സർക്യൂട്ടിലെ കറന്റ് കണ്ടുപിടിക്കുക. 5 ആംപിയർ ഫ്യൂസ് ഇതിൽ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് സോൾവ് ചെയ്യാം. പവർ കാണാനുള്ള ബേസിക് ഇക്വേഷൻ P=V/I. ഇതിൽ നിന്നും കറന്റ് I=Power/വോൾട്ടേജ്. വിലകൾ കൊടുക്കുമ്പോൾ 1100/220. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കൃത്യമായി 5 ആംപിയർ എന്ന ആൻസർ കിട്ടും. ഇനി ഫ്യൂസിന്റെ കാര്യം നോക്കാം. ഹീറ്റർ ഡ്രോ ചെയ്യുന്ന കറന്റ് എക്സാക്ട്ലി 5 ആംപിയർ ആണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 5 ആംപിയർ റേറ്റിംഗ് ഉള്ള ഫ്യൂസിന് മാക്സിമം 5 ആംപിയർ വരെ മെൽറ്റ് ആവാതെ സേഫ് ആയി കടത്തിവിടാൻ കഴിയും. അതുകൊണ്ട് ഈ 5 ആംപിയർ ഫ്യൂസ് നോർമൽ ആയി വർക്ക് ചെയ്യും. ഹീറ്റർ ഒരു പ്രോബ്ലവും ഇല്ലാതെ പെർഫെക്റ്റ് ആയി ഫംഗ്ഷൻ ചെയ്യും. ഈ കൺസെപ്റ്റ്സ് നന്നായി പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ഹാപ്പി ലേണിംഗ്.